ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ മാപ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ഫീച്ചർ ഒട്ടുമിക്ക പേർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിലവിൽ ഗൂഗിൾ മാപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവർ തീർച്ചയായും ഈ ഒരു പുതിയ ഫീച്ചർ എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു ഫീച്ചർ എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ ഒരു പുതിയ ഫീച്ചറിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമെല്ലാം നിങ്ങൾക്ക് യാത്ര ചെയ്യണം, ആ ഒരു സ്ഥലത്ത് 2 മണിക്കെല്ലാം എത്തണമെന്ന് കരുതുക. 2 മണിക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നെല്ലാം നിങ്ങൾക്ക് കറക്റ്റായി ഗൂഗിൾ മാപ്പ് തന്നെ കാണിച്ചു തരും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്രയെല്ലാം പോകുന്നു, അപ്പോൾ നിങ്ങൾ ഒരു 12 മണിക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു എന്നെല്ലാം കൊടുക്കുമ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ ആ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക, ഇതെല്ലാം ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു അടിപൊളി ഫീച്ചർ എല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പിൽ എനിക്ക് പോകേണ്ട ഒരു സ്ഥലം പെരിന്തൽമണ്ണ എന്ന് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ ഡയറക്ഷൻസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് എവിടെ നിന്നാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹോമിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് ഇവിടെ മുകളിൽ ഒരു 3 ഡോട്ട് വന്നിട്ടുണ്ട്, ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ഫീച്ചറെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. സെറ്റ് ഡിപ്പാർട്ട് ഓർ അറൈവ് ടൈം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലീവ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതായത് നമ്മുടെ വീട്ടിൽ നിന്നും ഏത് സമയത്താണ് നമ്മൾ പുറപ്പെടുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പോകുന്നത്, ആ ഒരു സമയം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് 8:30 PM എന്നെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. 8:30 PM വീട്ടിൽ നിന്നും ഇറങ്ങുന്നു എന്ന് കൊടുത്തതിന് ശേഷം സെറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 8:30 ഇവിടെ നിന്നും ഇറങ്ങുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് ടിപ്പിക്കലി 1 മണിക്കൂർ 20 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ അറൈവ് അറ്റ് എബൌട്ട് 10:30 PM എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 8:30 വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ 10:30 ആകുമ്പോഴേക്കും പെരിന്തൽമണ്ണ എത്തുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം സെറ്റ് ഡിപ്പാർട്ട് ഓർ അറൈവ് ടൈം എന്ന് കൊടുത്തതിന് ശേഷം അറൈവ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സമയത്താണോ അവിടെ എത്തേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് 9 മണിക്ക് പെരിന്തൽമണ്ണ എത്തണമെന്ന് കരുതുക. ഇങ്ങനെ നിങ്ങൾക്ക് 9 മണിക്ക് പെരിന്തൽമണ്ണ എത്തണമെങ്കിൽ ഏത് സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങണം എന്നെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ 9 PM എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അറൈവ് 9 PM. അപ്പോൾ 7 മണിക്കെങ്കിലും നമ്മൾ ഇവിടെ ലീവ് അറ്റ് എബൌട്ട് 7 PM, അതായത് 7 മണിക്കെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാത്ത സ്ഥലത്തേക്കെല്ലാം പോകുമ്പോഴെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം സമയമെല്ലാം എടുക്കും നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തേക്ക് എന്നെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു പുതിയ ഫീച്ചർ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ യാത്രയെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിനെല്ലാം ഈ ഒരു ഫീച്ചർ എല്ലാം യൂസ് ചെയ്ത് നോക്കാം. ഇതുവരെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.